ഈ വീഡിയോയിൽ ഇന്ത്യയിലെ യൂറോപ്യൻ അധിനിവേശത്തെക്കുറിച്ചും അതിനെതിരെയുണ്ടായ പ്രതിരോധങ്ങളെക്കുറിച്ചും നമുക്ക് പരിശോധിക്കാം. പുരാതന കാലം മുതൽ ഏഷ്യയുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്ന യൂറോപ്യന്മാർ 15ാം നൂറ്റാണ്ടോടെ കടൽമാർഗം ഇന്ത്യയിലെത്തി. ഇതിന് കപ്പൽ നിർമ്മാണത്തിലെ സാങ്കേതിക മുന്നേറ്റങ്ങളും 1453ലെ കോൺസ്റ്റാന്റിനോപ്പിൾ വീഴ്ചയും കാരണമായി. കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ്. 1498ൽ വാസ്കോ ഡ ഗാമ കാപ്പാടിലെത്തി. സാമൂതിരിയുടെ നിരാകരണത്തെ തുടർന്ന് അവർ കണ്ണൂരിൽ നിന്ന് അനുമതി തേടുകയും പിന്നീട് കുഞ്ഞാലിമരക്കാർമാരിൽ നിന്ന് ശക്തമായ പ്രതിരോധം നേരിടുകയും ചെയ്തു. പോർച്ചുഗീസുകാരുടെ സ്വാധീനം കേരളത്തിൽ പ്രകടമായിരുന്നു. അവർ അച്ചടി, സാങ്കേതികവിദ്യ, ചവിട്ടുനാടകം, മാർഗംകളി എന്നിവ പരിചയപ്പെടുത്തി. കൂടാതെ കൊച്ചിയിൽ ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ടയായ ഫോർട്ട് മാനുവൽ നിർമ്മിക്കുകയും ചെയ്തു. പോർച്ചുഗീസുകാർക്ക് ശേഷം വന്നവരാണ് ഡച്ചുകാർ. 1741ലെ കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയോട് തോറ്റതോടെ ഇന്ത്യയിലെ ഡച്ച് ആധിപത്യം അവസാനിച്ചു. ഹോർത്തൂസ് മലബാറിക്കസ് ഡച്ചുകാരുടെ പ്രധാന സംഭാവനയാണ്. ഹെൻറിക് വാൻ റീഡിന്റെ നേതൃത്വത്തിൽ ഇട്ടി അച്യുതൻ ഉൾപ്പെടെയുള്ളവരുടെ സഹായത്തോടെ കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് തയ്യാറാക്കിയ ഈ ഗ്രന്ഥം മലയാളം വാക്കുകൾ അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണ്. ഡച്ചുകാർക്കും ബ്രിട്ടീഷുകാർക്കും ശേഷമെത്തിയ ഫ്രഞ്ചുകാർ കർണാട്ടിക് യുദ്ധങ്ങളിൽ ബ്രിട്ടീഷുകാരോട് പരാജയപ്പെട്ടു. തുടർന്ന് അവരുടെ ആധിപത്യം മാഹി, പോണ്ടിച്ചേരി, കാരക്കൽ, യാനം എന്നീ പ്രദേശങ്ങളിലേക്ക് ചുരുങ്ങി. 1600ൽ സ്ഥാപിതമായ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മദ്രാസ്, ബോംബെ, കൽക്കത്ത എന്നിവിടങ്ങളിലൂടെ തങ്ങളുടെ ആധിപത്യം വിപുലീകരിച്ചു. 1757ലെ പ്ലാസി യുദ്ധത്തിലൂടെ ബംഗാൾ നവാബ് സിറാജ് ഉദ് ദൌളയെ തോൽപ്പിച്ച് ബ്രിട്ടീഷ് രാഷ്ട്രീയ ആധിപത്യം ഇന്ത്യയിൽ ഉറപ്പിച്ചു. 1764ലെ ബക്സർ യുദ്ധം കമ്പനിയുടെ അധികാരം വർദ്ധിപ്പിച്ചു. മുഗൾ ഭരണാധികാരിയും നവാബുമാരും ഉൾപ്പെട്ട സംയുക്ത സൈന്യത്തെ തോൽപ്പിച്ചതോടെ ബ്രിട്ടീഷ് ഭരണപരമായ സാന്നിധ്യം ഇന്ത്യയിൽ ശക്തിപ്പെട്ടു. മൈസൂർ, മറാത്ത, പഞ്ചാബ് തുടങ്ങിയ നാട്ടുരാജ്യങ്ങളുമായുള്ള യുദ്ധങ്ങളിലൂടെ ബ്രിട്ടീഷുകാർ തങ്ങളുടെ സാമ്രാജ്യം വിപുലീകരിച്ചു. 1799ൽ ടിപ്പു സുൽത്താന്റെ മരണത്തോടെ ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ അവസാനിച്ചു. ബ്രിട്ടീഷുകാർ വിവിധ നികുതി സമ്പ്രദായങ്ങൾ നടപ്പിലാക്കി. കോൺവാലിസ് പ്രഭുവിന്റെ ശാശ്വത ഭൂനികുതി, മൺട്രോയുടെ റയട്ട്വാരി സമ്പ്രദായം, മക്കൻസിയുടെ മഹൽവാരി സമ്പ്രദായം എന്നിവ കർഷകരെ ഏറെ ബാധിച്ചു. ഉയർന്ന നികുതിയും നാണ്യവിള കൃഷി നിർബന്ധമാക്കിയതും ഭക്ഷ്യക്ഷാമത്തിനും കർഷകരുടെ കടക്കെണിക്കും കാരണമായി. ഇത് ഇന്ത്യൻ കരകൌശല മേഖലയെയും തകർത്തു. ബ്രിട്ടീഷ് ചൂഷണത്തിനെതിരെ സന്യാസി, ഫക്കീർ, നീലം കർഷക, സാന്താൾ തുടങ്ങിയ കലാപങ്ങൾ ഉയർന്നുവന്നു. കൂടാതെ ഉൾഗുലാൻ കലാപം, പാളയക്കാർ കലാപങ്ങൾ, ആറ്റിങ്ങൽ കലാപം, റാണി ചെന്നമ്മയുടെ നേതൃത്വത്തിലുള്ള കിത്തൂർ കലാപം എന്നിവ അധിനിവേശത്തിനെതിരായ ശക്തമായ പ്രതിരോധങ്ങളായിരുന്നു. 1857ലെ വിപ്ലവം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി അറിയപ്പെടുന്നു. നാട്ടുരാജ്യങ്ങളുടെ മേലുള്ള ബ്രിട്ടീഷ് കമ്പനിയുടെ ഇടപെടലുകൾ, ദത്തവകാശ നിരോധന നിയമം, സൈനികരിലെ അസംതൃപ്തി എന്നിവ ഈ വിപ്ലവത്തിന് കാരണമായി. മംഗൾ പാണ്ഡെയുടെ രക്തസാക്ഷിത്വം ഇതിന് ആക്കം കൂട്ടി. മീററ്റിൽ ആരംഭിച്ച വിപ്ലവം വിവിധ സ്ഥലങ്ങളിലേക്ക് പടർന്നു. ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ബഖ്ത് ഖാനും, ഝാൻസിയിൽ റാണി ലക്ഷ്മിഭായിയും, കാൺപൂരിൽ നാനാസാഹിബും താന്തിയ തോപ്പിയും, ലക്നൌവിൽ ബീഗം ഹസ്രത് മഹലും, ബീഹാറിൽ കൺവർ സിംഗും നേതൃത്വം നൽകി. വിപ്ലവത്തെ ബ്രിട്ടീഷുകാർ ക്രൂരമായി അടിച്ചമർത്തി. സംഘടിത നേതൃത്വത്തിന്റെ അഭാവം കാരണം വിപ്ലവം ഉത്തരേന്ത്യയിൽ ഒതുങ്ങിപ്പോയി. എങ്കിലും ഈ പോരാട്ടം ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്തുന്നതിനും ഭാവിയിലെ ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനമേകുന്നതിനും കാരണമായി. വിപ്ലവാനന്തരം ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെ ഭരണം അവസാനിക്കുകയും അധികാരം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാവുകയും ചെയ്തു. ഗവർണർ ജനറൽ പദവി വൈസ്രോയി എന്നാക്കി മാറ്റുകയും ചെയ്തു.